ഹായ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടാണ്. സോ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ അതിന് മുമ്പും ചെയ്തിട്ടുണ്ട്, അതെല്ലാം എൻ്റെ ചാനലിലുണ്ട്. പക്ഷെ ഞാനിന്ന് സംസാരിക്കുന്നത് പലർക്കും എന്നും സംശയമാണ്, നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് ഇതുവരെ ബിൽഡ് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഹാബിറ്റ് ഒക്കെ ബിൽഡ് ചെയ്ത് കുറച്ച് കാശൊക്കെ സ്വരൂപിച്ച് ഇൻവെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. പല ഇൻവെസ്റ്റേഴ്സും പല യൂട്യൂബേഴ്സും പറയുന്നത് പല രീതിയിലാണ്. അപ്പോൾ ചിലത് ഭയങ്കര കോംപ്ലിക്കേഷനാണ്. അപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റ് ആയിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു റിസ്ക്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോവോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കുറഞ്ഞ ശമ്പളം മേടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആളത്തെ ഒരു മന്ത്ലി ഒരു മാസം അവസാനം വരുമ്പോൾ കുറച്ച് പൈസ ആയിരിക്കും. അപ്പോൾ ഈ പൈസ വെച്ചിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് കാണിക്കാനാണ്? ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്താലല്ലേ എനിക്ക് കാര്യമുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു തലമുറ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം ഞാനിന്ന് സംസാരിക്കുന്നത് നമ്മൾ എന്തിനാണ് ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണം. കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 6-7% ആണ്. സോ ആ ഒരു ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. സോ ഇൻവെസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുക. ആ വീഡിയോ കണ്ടാൽ എന്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇനി രണ്ടാമത്തത്, എനിക്ക് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് മന്ത് എൻഡ് അല്ലെങ്കിൽ എല്ലാ എൻ്റെ ചിലവുകളും കഴിഞ്ഞ എക്സ്പെൻസുകളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ആകെ കുറച്ച് കാശേ ഉള്ളൂ. സോ ഈ ഒരു ക്യാഷ് വെച്ചിട്ട് ഒരു 500 റുപ്പീസ് അല്ലെങ്കിൽ ഒരു 1000 റുപ്പീസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് എന്ത് കാര്യമുള്ളത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്നായിരിക്കും എനിക്ക് നല്ലൊരു റിട്ടേൺസ് കിട്ടുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡൗട്ട്സ് പലർക്കും ഉണ്ട്. അപ്പൊ ആക്ച്വലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണം, ഓഫ് കോഴ്സ്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഒരുപാട് അസറ്റുകൾ നമുക്ക് മുമ്പിലുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് മുമ്പിലുണ്ട്. അപ്പൊ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എത്ര പെർസെൻറ്റേജ് റിട്ടേൺസ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഇപ്പൊ നമ്മൾ വേറൊരു അസറ്റ് ക്ലാസ് ആയ ഇപ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയല്ല നമ്മൾ ക്രിപ്റ്റോസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് മൂന്നുമല്ല ഇപ്പൊ നമ്മളൊരു സിൽവറിലോ അതല്ലാതെ നമ്മളൊരു കമ്മോഡിറ്റിയിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ള ബോണ്ടുകളിൽ ഇപ്പൊ ഗവൺമെന്റ് ബോണ്ടുകളുണ്ട്, പ്രൈവറ്റ് ഇക്വിറ്റി ബോണ്ടുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മളിത് എങ്ങനെ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്യൂച്ചറിൽ നമുക്ക് എന്താണ്, നമ്മുടെ ഒരു ഗോൾ എന്താണ്, ഒരു ഫൈനാൻഷ്യൽ ഗോൾ എന്താണെന്നൊക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ രീതിയിൽ തീരുമാനങ്ങൾ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ എപ്പോഴും ഇവിടെ ട്രാപ്പായിട്ട് നിൽക്കുന്നത്, ഇപ്പോൾ അത്യാവശ്യം കാശുള്ളവർക്ക് അറിയാം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ അവരുടെ പൈസ മാനേജ് ചെയ്യണം. അപ്പൊ തീരെ ആ ഒരു റേഞ്ചിലേക്ക് എത്താത്തത് ഈ മിഡിൽ ക്ലാസ്സും അതേപോലെ തന്നെ ഈ അതിന്റെ താഴെ നിൽക്കുന്ന ഈ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു സാലറി കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും, അധികം ആളുകളും സാലറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മാസത്തിൽ കിട്ടുന്ന ഒരു പേയ്മെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ ഇവർക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ചിലപ്പോൾ ചെറിയൊരു എമൗണ്ട് ഓഫ് സാലറി ആയിരിക്കും. അപ്പൊ ഈ ഒരു സാലറി വെച്ചിട്ട് ഇനിയിപ്പോൾ അവര് എവിടെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ചെലവിന് തന്നെ ചിലപ്പം അത് തികയാതെ വരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്, ഇപ്പൊ നിങ്ങളുടെ ഒരു കരിയറിന്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വളരെ ചെറിയ സാലറിയിലൊക്കെ ജോലി എടുക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണോ സാലറി എന്നുള്ളതല്ല, നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സാലറി, ആ ഒരു ശമ്പളത്തെ നിങ്ങൾ ശരിക്കും നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ എല്ലാ എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട്, എല്ലാ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ട്, ഒരു ഫിനാൻഷ്യൽ റൂൾ വരെ ഉണ്ട്. ഇപ്പോൾ 50-30-20 റൂൾസ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു 50% നമ്മളുടെ നീഡ്സിന് വേണ്ടിയിട്ടും, അതേപോലെ 30% നമ്മളെ വാണ്ട്സിന് വേണ്ടിയിട്ടും, 20% നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും. ആക്ച്വലി ഈ ഒരു റൂള് ഒരു പഴയ റൂള് നമ്മൾ ഫോളോ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു സമയമൊക്കെ കഴിഞ്ഞു പോയി. അപ്പൊ ആക്ച്വലി നമ്മൾ ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടാൽ മതി. ഇപ്പൊ നമ്മളെ അടുത്ത് നമുക്ക് മന്ത്ലി സാലറി കിട്ടുന്നത്, ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ ചെലവും നമ്മുടെ മറ്റുള്ള ചുറ്റുപാടുള്ള ചെലവുകൾ ഉണ്ടാവും, നമുക്ക് ഫാമിലി എക്സ്പെൻസുകൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ കവർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാലറി, അതിൽ ബാക്കി വരുന്ന ഒരു എമൗണ്ട് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യണം. ആ യൂസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാ ചെലവും കഴിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മന്തിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 1000 രൂപയുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ 1000 രൂപ എന്ത് ചെയ്യണം? 1000 രൂപ നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. 1000 രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിവുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതേപോലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഒരു മണി കോമ്പൗണ്ടിങ് ആണ്. ലോകത്തിലെ തന്നെ ഒരു 8ാമത്തെ വണ്ടർ എന്നൊക്കെ പറയുന്നത് മണി കോമ്പൗണ്ടിങ് ആണ്, ലോകാത്ഭുതം. അപ്പോ
നിങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു എക്സ്പെരിമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഒരു ലോങ് ടൈമിൽ, ഒരു ലോങ് ജേണിയിൽ ഇപ്പോൾ നിങ്ങൾ ഈ വർഷത്തെ പോലെ ആയിരിക്കും നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ നിങ്ങളുടെ സാലറിയിൽ ഹൈക്ക് വരും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഈ ഒരു 1000-500 രൂപ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത വർഷം ഇത്ര പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺസ് കിട്ടും, ബട്ട് ഇത്ര വലിയൊരു എമൗണ്ട് കിട്ടും എന്നുള്ളൊരു കാൽക്കുലേഷനിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ളൊരു ഓവർ തോട്ടിലേക്കൊക്കെ പോകാതിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു 500 രൂപ 1000 രൂപയൊക്കെ സാലറി എല്ലാ ചിലവും കഴിഞ്ഞിട്ട് കയ്യിൽ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള കുറച്ചും കൂടി നോളജ്, നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് പുതിയൊരു സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പുതിയൊരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ സാലറി കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇത് മാത്രമല്ല. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒരു നല്ല ബെഡ് മേടിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് നമ്മുടെ സന്തോഷം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നല്ല രീതിയിൽ ഉറക്കം ശരിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ രാവിലെ എണീറ്റ് ജോലിക്ക് പോകാനേക്കാൾ ഒരു ഊർജ്ജം കിട്ടുള്ളൂ. അപ്പൊ ആ രീതിയിൽ അതിനെ കണ്ടിട്ട് അതിൽ നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ബെഡ് മേടിക്കാൻ, അപ്പൊ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം മേടിക്കുന്നത് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം നമുക്ക് മെന്റലി ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ എത്ര പെർസെന്റേജ് അത് ചെലവാക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ചെറിയ സാലറിയിൽ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചെറിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ സ്കില്ല് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക. കാരണം ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഫൈനാൻഷ്യൽ പരമായിട്ടാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ വെബിനാർസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് വെബിനാറുകളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവിടെ ഒന്നും നിങ്ങൾക്ക് പൈസയുടെ ഒരു എക്സ്പെൻസ് വരുന്നില്ല. നിങ്ങൾക്ക് ആകെ നിങ്ങളുടെ ഒരു ടൈം മാത്രമായിരിക്കും അതിൻ്റെ ഒരു ഏറ്റവും വലിയ കൺസേൺ. നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് എടുത്തിട്ട് സമയമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇരുന്നിട്ട് ആ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ പുതിയ കാര്യങ്ങൾ, പുതിയ നോളജ് നമ്മൾ എപ്പോഴും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതാണ് ഒരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല സാലറി ഉണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം ക്യാഷ് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ടോട്ടൽ സാലറി ഇല്ല, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പേ ചെക്കിന്റെ ഒരു 60% മുകളിലേക്ക് കൊണ്ടുവരുത്. ഒരു 50-60% അകത്ത് നിങ്ങളുടെ എല്ലാ ചെലവുകളും നിങ്ങൾ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഒരു 40% നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാം. അതേപോലെ മറ്റുള്ള ചെറിയ ചെറിയ എക്സ്പെൻസുകൾ നിങ്ങൾക്ക് കവർ ചെയ്യാം. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് കവർ ചെയ്യാം. അതും കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ബാലൻസ് വരുന്ന ഒരു 10% അല്ലെങ്കിൽ ഒരു 20% ഒക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിന് നല്ല നല്ല അസറ്റുകൾ ഏതാണെന്നുള്ളത് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പം നിങ്ങളൊക്കെ ഒരു യങ് ഏജിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കുക. റിസ്ക് എടുക്കാതെ ഒന്നും നടക്കില്ല. നമ്മൾ റിസ്ക് എടുത്തവർ മാത്രമേ എപ്പോഴും ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഇപ്പം നിങ്ങളൊക്കെ ചെറിയൊരു ഏജിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു ഏജും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള റിസ്ക് എടുത്തിട്ട് നല്ല ആസറ്റുകൾ, നല്ല സ്റ്റോക്കുകളൊക്കെ കണ്ടെത്തിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അവിടെ നിങ്ങൾക്ക് റിസ്ക് കൂടുതലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഹൈ പൊട്ടൻഷ്യലും ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിസ്ക്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു എമൗണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ ഒരു കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു അസറ്റ് നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നല്ല രീതിയിൽ ഒരു കാൽക്കുലേറ്റഡ് റിസ്കിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും നിങ്ങളുടെ ഒരു ക്യാപിറ്റലിന് പുറത്ത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുറച്ച് താഴേക്ക് പോയാൽ പോലും, നിങ്ങൾ ഒരു നല്ലൊരു പെർസെൻറ്റേജ് ലോസ് വന്നാൽ പോലും നിങ്ങൾക്ക് അത് വീണ്ടും റീകവർ ചെയ്യാൻ പറ്റും. കാരണം അതിനുള്ള സമയവും കാര്യങ്ങളൊക്കെ നിങ്ങളടുത്തുണ്ട്. സോ നിങ്ങൾക്ക് അത് വെച്ചിട്ട് വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ക്യാപിറ്റൽ ബിൽഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ നോക്കി കാണേണ്ടത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കുറേ പൈസ കിട്ടും എന്നുള്ളതൊന്നുമല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളൊരു ഫ്യൂച്ചർ കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഫൈനാൻഷ്യൽ ഗോൾ വെച്ചിട്ടാണ്. ചില ആളുകൾ വീട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ചില ആളുകൾ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്, ഇഷ്ടപ്പെട്ട രാജ്യത്തേക്ക് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. നല്ലൊരു വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ട് അത് മുന്നിൽ കണ്ടിട്ട് അടുത്തൊരു 4 വർഷം 5 വർഷത്തേക്കൊക്കെ പൈസ സ്വരൂപിച്ച് കിട്ടുന്ന പൈസ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ
ആ പൈസയെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് വെച്ചിട്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഒരുപാട് കാശ് ഉള്ളവർക്ക് മാത്രമേ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വണ്ടി മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു ലക്ഷറീസ് ലൈഫ് നമുക്ക് ജീവിക്കാൻ പറ്റും എന്നൊന്നുമില്ല. കാരണം ഇപ്പം നമുക്കൊരു ചെറിയ സാലറി ആണെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടും നല്ല അസറ്റ് ക്ലാസ് കണ്ടെത്തിയിട്ട് അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടും നമ്മുടെ സ്കില്ല് ബിൽഡ് ചെയ്തിട്ടും നമുക്ക് മാക്സിമം റിട്ടേൺസ് ലോങ് ടൈമിലേക്ക് നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളടുത്ത് നിങ്ങൾ എന്ത് സ്കില്ല് പഠിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു ടിപ്സും അങ്ങനെ വെറുതെ കിട്ടൂല. അപ്പൊ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഫൈനാൻഷ്യൽ പരമായിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഫൈനാൻഷ്യൽ പരമായിട്ട് നിങ്ങൾക്ക് ഒരു താല്പര്യമില്ല, നിങ്ങൾ അതിനോടൊരു പാഷനും ഇല്ല, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ കുറച്ച് പൈസ നിങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേറെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഫീൽഡ് കണ്ടെത്തിയിട്ട് അതിൽ നിങ്ങൾ നന്നായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൽ നിന്നുകൊണ്ട് ഒരു പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് ഒരു പുതിയ ജോലിപരമായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഓപ്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം. ഇനി ഞാൻ ഈ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്യാഷ് നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാം. നിങ്ങൾ വളരെ യങ് ഏജ് ആണെന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന എമൗണ്ടിനെ കുറച്ചും കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.